ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതിയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ ഒരു ലഞ്ച് റെസിപ്പി ഉണ്ടാക്കാമെന്നാണ്. വെജ് ചിക്കൻ റൈസ് കണ്ടാലോ എങ്ങനെയാണെന്ന്. അതെ, അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക, കൂടെ ഉപ്പും. എന്നിട്ട് അതൊരു 2 മിനിറ്റ്സ് സോട്ട് ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തത് ടൊമാറ്റോ, ക്യാരറ്റ് ആൻഡ് ബീൻസ് ആണ്. ബീൻസ് ഇപ്പോഴല്ല ആഡ് ചെയ്തത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം കുറച്ച് ചിക്കൻ പീസസ്, അതായത് ഒരു 5 to 6 ചിക്കൻ പീസസ് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്തത് ഉപ്പ് ആവശ്യത്തിനെടുത്തു, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇച്ചിരി ബിരിയാണി മസാല, പിന്നെ ഇച്ചിരി മുളക് പൊടി, അതുപോലെ തന്നെ വലിയ ജീരകം, പിന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തു. കറുവാപ്പട്ട, ഏലക്കായ, ബേ ലീഫ്, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് വേവിച്ചു. എന്നിട്ടാണ് ഞാൻ ബീൻസ്, അതുപോലെ തന്നെ 1 സ്പൂണ് കേടും ഒഴിച്ചത്. എന്നിട്ട് അതും കൂടി ഒന്ന് സോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് എടുത്തു. അപ്പം അതും മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പം ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു. ഞാനിവിടെ എടുത്തത് 2.5 കപ്പ് അരിയാണ്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. കുറച്ച് നെയ്യൊക്കെ ഇട്ടു. വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചു. ആ സമയത്ത് ഉപ്പൊക്കെ നോക്കാൻ മറക്കരുത് കേട്ടോ. സോ അങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഇത് ഏകദേശം കുക്കായിട്ട് വരും. സോ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വെജ് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. സോ വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി, അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.